നമസ്കാരം. ഈ സീസണിലെ IPL ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്. 6ാം കിരീട വിജയത്തോടെ ഇതിഹാസ താരം MS ധോണിക്ക് യാത്രയയപ്പ് നൽകാമെന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ CSKയ്ക്ക് അടിമുടി പാളിയിരിക്കുകയാണ്. കിരീടം നേടാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇത്തവണ പ്ലേ ഓഫിൽ പോലും ചെന്നൈ ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 8 മത്സരങ്ങളിൽ 6ലും തോറ്റ് തൊപ്പിയിട്ട ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ 10 ടീമുകളുടെ ലീഗിൽ അവസാനത്തെ സ്ഥാനത്താണുള്ളത്. സ്ഥിരം ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദ് ടൂർണമെന്റിനിടെ പരിക്കേറ്റ് പുറത്തായ ശേഷം നായകസ്ഥാനം ധോണി ഏറ്റെടുത്തിട്ടും ടീം ക്ലച്ച് പിടിക്കുന്നില്ല. ഏറ്റവും അവസാനമായി നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് 9 വിക്കറ്റിനാണ് ചെന്നൈ നാണം കെട്ട് തോറ്റത്. നിലവിലെ ടീമിനെ വച്ച് CSK ഇനിയൊരു മടങ്ങിവരവ് നടത്തുമെന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണെ കുറിച്ച് ഇനി ചെന്നൈക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അടുത്ത വർഷത്തെ ലേലത്തിന് മുൻപ് ചെന്നൈ സ്ക്വാഡിൽ ഒരു കൂട്ടപ്പിരിച്ചുവിടൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും മോശം പ്രകടനമാണ് ഇപ്പോൾ ചെന്നൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് പേര് മാത്രമേ അടുത്ത സീസണിന് മുൻപ് നിലനിർത്താൻ ഇടയുള്ളൂ. സീസണിന് ശേഷം ചെന്നൈ ഒഴിവാക്കേണ്ടവർ ആരൊക്കെയാണെന്ന് ലിസ്റ്റ് എടുത്താൽ അതിൽ ആരൊക്കെയാണ് ഉണ്ടാവുകയെന്ന് നോക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിലവിലെ സംഘത്തിൽ 26 കളിക്കാരാണുള്ളത്. ഇവരിൽ 14 പേരെയും സീസൺ കഴിഞ്ഞാൽ ഒഴിവാക്കിയേ മതിയാകൂ. ശേഷിച്ച 12 പേരെ വെച്ച് പുതിയ ലുക്കിലുള്ള ഒരു CSK ടീമിനെ അടുത്ത IPLിലേക്ക് പടുത്തുയർത്തേണ്ടതുണ്ട്. CSK ടീമിൽ നിന്നും ആദ്യം പുറത്താകേണ്ടത് നിലവിലെ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ MS ധോണി തന്നെയാണ്. നേരത്തെ വലിയ ഫാൻ ബേസ് ആയിരുന്നു ധോണിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെന്നൈയെ സ്നേഹിക്കുന്നവർ എടുത്തു പറയുകയാണ് ഇനിയും ധോണിയെ വെച്ച് പരീക്ഷിക്കരുത് എന്ന്. പ്രായം ഒരു പ്രധാന ഘടകമാണ്. ധോണിയുടെ മുഖം കൊണ്ട് ഇനി ചെന്നൈ ഓടുകയില്ല. ഇപ്പോൾ അദ്ദേഹം ടീമിന് വലിയ ബാധ്യതയായും മാറിക്കഴിഞ്ഞു. ഈ സീസണിന് ശേഷം വിരമിക്കാൻ തയ്യാറായില്ലെങ്കിൽ ധോണിയുമായുള്ള കരാർ CSK റദ്ദാക്കിയേ മതിയാകൂ. പകരം മറ്റൊരു മികച്ച യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ടീമിലേക്ക് കൊണ്ടുവരികയും വേണം. വെറ്ററൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് സീസൺ കഴിഞ്ഞാൽ ചെന്നൈ കൈവിടേണ്ട മറ്റൊരു താരം. മുംബൈ ഇന്ത്യൻസുമായുള്ള അവസാന മത്സരത്തിൽ 50+ സ്കോർ കുറിച്ചെങ്കിലും അദ്ദേഹം വൻ പരാജയമാണ് എന്ന് പറയാതിരിക്കാനാകില്ല. അഗ്രസീവായി അതിവേഗം ബാറ്റ് ചെയ്യാനോ ഫോറുകളോ സിക്സറുകളോ അടക്കാനോ ജഡുവിന് പഴയ പോലെ സാധിക്കുന്നില്ല. പകരം സിംഗിളുകളുമായി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത ടെസ്റ്റ് ശൈലിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. IPLിൽ ഇതൊട്ടും ഭൂഷണമല്ല. സീസണിൽ 8 മത്സരത്തിൽ 145 റൺസ് മാത്രമേ ജഡേജ സ്കോർ ചെയ്തിട്ടുള്ളൂ. ബൗളിങ്ങിലാകട്ടെ വെറും 5 വിക്കറ്റുകളാണ് സമ്പാദ്യം. ധോണി, ജഡേജ എന്നിവരെ കൂടാതെ CSK ഒഴിവാക്കേണ്ട മറ്റ് 12 കളിക്കാർ: രാഹുൽ ത്രിപാഠി 55 റൺസ് മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. രജൻ രവീന്ദ്ര 191 റൺസാണ് സ്കോർ ചെയ്തത്. 7 റൺസ് മാത്രം സ്കോർ ചെയ്ത ദീപക് ഹൂഡ, 118 റൺസ് മാത്രം കുറിച്ച വിജയ് ശങ്കർ, ഒരു മത്സരം പോലും കളിക്കാത്ത രാമകൃഷ്ണ ഘോഷ, 12 റൺസ് മാത്രം കുറിച്ച സാം കരൺ, 5 വിക്കറ്റ് എടുത്ത അശ്വിൻ, 15 റൺസ് കുറിച്ച ജാമി ഓവർട്ടൺ, ഒരു മത്സരം പോലും കളിക്കാത്ത കമലേഷ് നാഗർകോട്ടി, അതുപോലെ തന്നെ ശ്രേയസ് ഗോപാൽ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല ഇതുവരെയും. മുകേഷ് ചൗധരി 1 വിക്കറ്റ് മാത്രമാണ് നേടിയിട്ട്. 1 വിക്കറ്റ് നേടിയ നഥാൻ എല്ലിസ്. ഇത്രയും പേരാണ് ചെന്നൈയിൽ നിന്ന് അടിയന്തരമായി ഒഴിവാക്കേണ്ട താരങ്ങൾ. ഇവരെല്ലാം പുറത്താക്കിയാൽ പേഴ്സിൽ നിന്ന് വലിയ തുക CSKയ്ക്ക് ലാഭിക്കാനും സാധിക്കുന്നതാണ്. ഈ തുക ഉപയോഗിച്ച് അടുത്ത മിനി ലേലത്തിൽ മികച്ച കളിക്കാർ ടീമിൽ എത്തിക്കാനും ചെന്നൈക്ക് സാധിക്കാവുന്നതാണ്. അടുത്ത സീസണിൽ ചെന്നൈ ടീമിൽ നിലനിർത്തപ്പെടേണ്ട കളിക്കാർ: നായകൻ ഋതുരാജ് ഗെയ്ക്വാദ്, ഡെവൻ കോൺവേ, ആന്ദ്രെ സിദ്ധാർത്ഥ, ഷെയ്ഖ് റഷീദ, ആയുഷ് മാത്രം, ഡ്വാൾഡ് ബ്രവിസ്, അതുപോലെ തന്നെ ശിവം ദുബെ, അൻഷുൽ കാംബോജ്, വൻഷ് ബേദി, മദീഷ പതിരാന, നൂർ അഹമ്മദ, ഖലീൽ അഹമ്മദ് എന്നിവരാണ്. എന്തായാലും ചെന്നൈക്ക് ഇനി പഴയ പോലെയല്ല, സമ്മർദ്ദമേറും. ഈ ഒരു ടൂർണമെന്റിൽ നാണം കെട്ട് തോറ്റ് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായാൽ സമ്മർദ്ദഘട്ടങ്ങളിലായിരിക്കും പിന്നീട് അവരുണ്ടാവുക. അതുകൊണ്ട് തന്നെ മോശം ഫോമിലുള്ള താരങ്ങളെ മാറ്റി മികച്ച കളിക്കാരെ മുൻനിർത്തി ടീമിൽ അടിസ്ഥാനപരമായ ഒരു നല്ലൊരു ഘടന രൂപപ്പെടുത്താൻ ചെന്നൈ ഇറങ്ങിയേ മതിയാകും.